ഹായ്, എൻ്റെ പേര് ശ്രീലക്ഷ്മി. ഞാൻ ചാലക്കുടി സേക്രഡ് ഹാർട്ട് കോളേജിലെ തേർഡ് ഇയർ BSc ഫിസിക്സ് സ്റ്റുഡൻ്റാണ്. ഒരു പ്രദേശത്തിൻ്റെ വളർച്ചയ്ക്ക് അവിടുത്തെ അമ്പലങ്ങൾ, പള്ളികൾ, ചരിത്ര പ്രസിദ്ധമായ സ്ഥലങ്ങൾ എല്ലാം പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഞാൻ ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഏകദേശം 1500 വർഷങ്ങൾ പഴക്കമുള്ള ഒരു ഗുഹക്ഷേത്രമാണ്. തൃശ്ശൂരിൽ നിന്നും ഏകദേശം 10 കിലോമീറ്റർ മാറി തൃക്കൂർ എന്ന ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തൃക്കൂർ ഗ്രാമത്തിൻ്റെ ഹൃദയഭാഗത്ത് സമുദ്രനിരപ്പിൽ നിന്ന് 200 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗുഹക്ഷേത്രമാണ് തൃക്കൂർ മഹാദേവ ക്ഷേത്രം. വടക്കുനാഥന്റെ അഗ്നികോണിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ തന്നെ 8ഓളം പ്രാചീന ഗുഹക്ഷേത്രങ്ങളിൽ പ്രഥമ പരിഗണന ഈ ക്ഷേത്രത്തിനുണ്ട്. അഗ്നിദേവനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുമ്പോഴും ഇത് പരശുരാമൻ സ്ഥാപിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണെന്നും കരുതിപ്പോരുന്നു. ഈ ക്ഷേത്രം ആദ്യയിൽ ജൈനക്ഷേത്രമായിരുന്നുവെന്നും പിന്നീട് ഹൈന്ദവൽക്കരിക്കപ്പെട്ടതാണെന്നും ചരിത്രകാരന്മാർ പറയുന്നു. കിഴക്കേ ഗോപുരത്തിലൂടെ അകത്തു കടന്നാൽ ആദ്യം കാണാൻ കഴിയുന്നത് വലിയ ആനക്കൊട്ടിലാണ്. ഓടുമേഞ്ഞ ഈ ആനക്കൊട്ടിലിന് സാമാന്യം നീളവും വീതിയുമുണ്ട്. 8 ഭീമൻ തൂണുകളോടുകൂടിയ ഈ ആനക്കൊട്ടിലെ ഓരോ തൂണിലും മനോഹരമായ ചുമർചിത്രങ്ങൾ കാണാം. ശിവൻ, പാർവതി, ഗണപതി, സരസ്വതി, സുബ്രഹ്മണ്യൻ, അയ്യപ്പൻ തുടങ്ങിയ ഈശ്വരമൂർത്തികളെയെല്ലാം ഇതിൽ മനോഹരമായി ആവിഷ്കരിച്ചിട്ടുണ്ട്. ഏകദേശം 5 ആനകളെ വരെ ഇവിടെ ഒരേ സമയം നിർത്താൻ കഴിയും. ആനക്കൊട്ടിലിനുമപ്പുറം ഒരു ദീപസ്തംഭമുണ്ട്. ഇതിനുമപ്പുറമാണ് ഭഗവത് വാഹനമായ നന്ദിയെ ശിരസിലേറ്റുന്ന ഉത്തുംഗമായ ചെമ്പു കൊടിമരം പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത്. കൊടിമരത്തിനുമപ്പുറം തുറസായ സ്ഥലത്ത് വലിയ ബലിക്കല്ലുമുണ്ട്. ബലിക്കല്ലിനപ്പുറത്താണ് ഗുഹ സ്ഥിതി ചെയ്യുന്നത്. ഇതിനു മുകളിൽ പാറയിൽ കരിങ്കല്ലിൽ തീർത്ത ഗണപതിയുടെ കൊച്ചു വിഗ്രഹം കാണാം. അതിൽ നിത്യവും കറുകമാല ചാർത്തുന്നുണ്ട്. ഈ ഗണപതിയുടെ നേരെ മുന്നിൽ താഴ്ചയിൽ ഒരു ഹോമമണ്ഡപം കാണാം. ഇവിടെ വെച്ചാണ് നിത്യവും ഗണപതി ഹോമം നടക്കുന്നത്. തൻ്റെ പേരിലുള്ള പൂജ ഭഗവാൻ നേരിട്ടു കാണുന്നു എന്നതാണ് സങ്കല്പം. 24 അടി നീളവും 18 അടി വീതിയും 18 അടി ഉയരവുമുള്ള അതിഭീമാകരമായ ഒരു ഗുഹയാണ് ക്ഷേത്രത്തിലെ ശ്രീകോവിൽ. കരിങ്കല്ലിൽ തീർത്ത ഈ ഗുഹയ്ക്ക് വടക്കുഭാഗത്താണ് പ്രവേശന കവാടം. മറ്റുള്ള 3 ഭാഗങ്ങളിലും അടഞ്ഞ വഴിയാണ്. വലിയൊരു പാറയുടെ ഒത്ത നടുക്കായാണ് ശ്രീകോവിൽ സ്ഥിതി ചെയ്യുന്നത്. ഇതിനകത്ത് നമസ്കാര മണ്ഡപം കാണാൻ സാധിക്കും. 16 കരിങ്കൽ തൂണുകൾ കൊണ്ട് നിർമ്മിതമാണ് ഈ നമസ്കാര മണ്ഡപം. ഈ തൂണുകളെല്ലാം ശില്പകലകളാൽ നിർമ്മിതമാണ്. ഇതിനകത്ത് ഒരു മുറിയേയുള്ളൂ. അതാണ് ശിവലിംഗം കുടിയിരിക്കുന്ന ഗർഭഗൃഹം. 6 അടിയിലധികം ഉയരം വരുന്ന സ്വയംഭുവായ ശിവലിംഗം കിഴക്കോട്ട് ദർശനമായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. കാമദേവനെ വധിച്ച ശേഷം ക്രോധമടങ്ങാത്ത ശിവനായാണ് പ്രതിഷ്ഠാ സങ്കല്പം. അതിനാൽ 3-ാം തൃക്കൊന്ന് തുറന്ന ഭാവമായി കണക്കാക്കപ്പെടുന്നു. ഒരിക്കൽ കിഴക്ക് ഭാഗത്ത് നടയുണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ ചില അനർത്ഥങ്ങൾ കാണാനിടയാകുകയും തന്മൂലം ആ ശ്രമം ഉപേക്ഷിക്കുകയും ചെയ്തു. ഇതുമൂലം ശിവലിംഗത്തിന്റെ ഇടതുവശത്താണ് നട പണിതിരിക്കുന്നത്. സോപാനപ്പടിയും അലങ്കാരങ്ങളുമെല്ലാം അവിടെയാണ്. പാർശ്വദർശനം എന്നാണ് ഇതിന് പറയുക. കേരളത്തിലെ മറ്റൊരു ശിവക്ഷേത്രത്തിനും ഈ പ്രത്യേകതയില്ല. പ്രശ്നം വെച്ചപ്പോൾ ഭഗവാന് ഈ ദർശനം തന്നെയാണ് പ്രിയങ്കരം എന്ന് കണ്ടെത്തുകയും ചെയ്തു. അതിനാൽ തന്നെ ശിവലിംഗത്തിന്റെ വാമഭാഗമാണ് നാം കാണുന്നത്. ശിവഭഗവാന്റെ ഉഗ്രതയ്ക്ക് ശമനമുണ്ടാക്കാൻ എന്ന സങ്കല്പത്തിൽ പാർവതീദേവിയുടെ സങ്കല്പവും ശ്രീകോവിലിൽ കൊണ്ടുവന്നിട്ടുണ്ട്. സ്വയംവര പാർവതിയായാണ് സങ്കല്പം. ശ്രീകോവിലിൽ ശിവലിംഗത്തിന്റെ പുറകുവശത്ത് കിഴക്കോട്ട് ദർശനമായി ഗണപതി ഭഗവാന്റെ ഒരു രൂപം പാറയിൽ കൊത്തിവച്ചിട്ടുണ്ട്. ഏകദേശം 4 അടി ഉയരം വരുന്ന ഈ രൂപം ഗുഹയ്ക്കകത്തായതിനാൽ ഭക്തർക്ക് പുറത്തുനിന്ന് ദർശിക്കാനാകില്ല. എങ്കിലും ഇത് നിൽക്കുന്ന ഭാഗത്തിന് നേരെയും ഒരു നട പണിതിട്ടുണ്ട്. അഗ്നിദേവൻ നിത്യവും ഭഗവാനോടൊപ്പം വസിക്കുന്നു എന്നതാണ് സങ്കല്പം. തന്മൂലം മഴക്കാറുള്ളപ്പോൾ ഭഗവാനെ പുറത്തേക്ക് എഴുന്നള്ളിക്കാറില്ല. ആഗ്നേയ തേജസ്സിൽ നിന്നാണ് ശിവപുത്രനായ സുബ്രഹ്മണ്യന്റെ പിറവി എന്ന് വിശ്വാസമുള്ളതിനാൽ ഇത് സുബ്രഹ്മണ്യ സാന്നിധ്യമായും കണക്കാക്കപ്പെടുന്നു. തന്മൂലം ക്ഷേത്ര ശ്രീകോവിൽ ഇവിടെ കൈലാസത്തിന് തുല്യമായി മാറുന്നു. ശ്രീകോവിൽ ഗുഹയായതിനാൽ അതിനു ചുറ്റും പ്രദക്ഷിണം സാധ്യമല്ല. അതിനാൽ ഓവ് മുറിഞ്ഞുള്ള പ്രദക്ഷിണത്തിന്റെ പ്രശ്നം ഇവിടെയില്ല. അതിനാൽ തന്നെ ശ്രീകോവിൽ സ്ഥിതി ചെയ്യുന്ന പാറയെയാണ് നമ്മൾ പ്രദക്ഷിണം വയ്ക്കുന്നത്. തുടർന്ന് പ്രദക്ഷിണമായി മുന്നോട്ടു പോകുമ്പോൾ ഗുഹയുടെ വലതുവശത്ത് പാറയുടെ മുകളിൽ മാതൃശാല കാണാം. സപ്തമാതൃക്കളുടെ പ്രതിഷ്ഠ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളീയ ക്ഷേത്രങ്ങളിൽ അപൂർവമാണ് മാതൃശാലകൾ. സാധാരണയായി ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന്റെ തെക്കുവശത്ത്
ബലിക്കല്ലുകളുടെ രൂപത്തിൽ സ്ഥിതി ചെയ്യാറുള്ള സപ്തമാതൃക്കൾക്ക് ഇവിടെ വിഗ്രഹവുമുണ്ട്. അത്യപൂർവമാണ് ഈ പ്രതിഭാസം. വടക്കോട്ടാണ് ദർശനം. ബ്രഹ്മാണി, വൈഷ്ണവി, മഹേശ്വരി, ഇന്ദ്രാണി, വരാഹി, കൗമാരി, ചാമുണ്ഡി എന്നിവരാണ് സപ്തമാതാക്കൾ. ഇവർക്ക് നിത്യവും പൂജയുണ്ട്. മാതൃശാലയിൽ തൊഴുത് വീണ്ടും മുകളിലെത്തിയാൽ പാറയിലെ ഒരു ഗർത്തത്തിൽ തീർത്ഥക്കിണർ കാണാം. മഹാദേവൻ കുടികൊള്ളുന്ന ശ്രീകോവിലിന്റെ നേരെ മുകളിലാണ് ഈ കിണർ വന്നിരിക്കുന്നത്. അതിനാൽ ഗംഗാ സങ്കല്പത്തിലാണ് ഇവിടെ ദർശനം. മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഈ ഗർത്തത്തിന് ഏകദേശം 9 അടി വീതിയുണ്ട്. താഴോട്ടു പോകുന്തോറും വീതി കുറഞ്ഞു വരികയും അവസാനം ഒരടി മാത്രമാവുകയും ചെയ്യും. തീർത്ഥക്കിണർ എന്നാണ് പറയുന്നതെങ്കിലും ഇതിലെ ജലം ആരും ഉപയോഗിക്കാറില്ല. ഏത് കൊടിയ വേനൽക്കാലത്തായാലും ഇതിലെ വെള്ളം വറ്റുകയോ വെള്ളത്തിന്റെ അളവിൽ മാറ്റമുണ്ടാകുകയോ ചെയ്യാറില്ല എന്നത് വലിയൊരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ പാറകളിലെല്ലാം സൂക്ഷിച്ചു നോക്കിയാൽ പല ദേവീദേവന്മാരുടെയും രൂപങ്ങൾ കാണാൻ കഴിയും. ഇവിടെ നിന്ന് നോക്കുമ്പോൾ തൃക്കൂർ ഗ്രാമത്തിൻ്റെയും അതുപോലെ തന്നെ പരിസര പ്രദേശങ്ങളുടെയും ഭംഗി ഏറ്റവും മനോഹരമായി ആസ്വദിക്കാൻ കഴിയും. തുടർന്ന് പ്രദക്ഷിണമായി വരുമ്പോൾ തെക്കു പടിഞ്ഞാറെ മൂലയിൽ സർപ്പക്കാവ് കാണാം. നാഗരാജാവായ വാസുകിയും നാഗയക്ഷിയും ചിത്രകൂടവും അടങ്ങിയ ചെറിയൊരു സർപ്പക്കാവാണ് ഇവിടെയുള്ളത്. എല്ലാ മാസവും ആയില്യം നാളിൽ ഇവർക്ക് വിശേഷ പൂജകളും ഉണ്ടാകാറുണ്ട്. ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറു ഭാഗത്ത് പാറക്കെട്ടുകൾ ചിന്നിച്ചിതറിക്കിടക്കുന്നു. അവയിൽ പലതിലും വിവിധ ദേവതാരൂപങ്ങൾ കാണാൻ സാധിക്കും. ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറു ഭാഗത്ത് താഴ്ചയിലാണ് മണലിപ്പുഴ ഒഴുകുന്നത്. അവിടെ പുറയങ്കാവ് എന്ന പേരിൽ ഒരു ദേവീക്ഷേത്രമുണ്ട്. അവിടുന്ന് 126 പടികൾ കയറിയാണ് തൃക്കൂർ അമ്പലത്തിന്റെ പടിഞ്ഞാറേ ഭാഗത്തെത്തുന്നത്. പടികളുടെ ഇരുവശവും കാടാണ്. കയറാണ് ഇവിടുത്തെ പ്രധാന വഴിപാട്. കയർ തിരുനടയിൽ സമർപ്പിക്കുന്നത് ശ്വാസമുട്ട് മാറുന്നതിന് ഫലപ്രദമായി പറഞ്ഞു വരുന്നു. ക്ഷേത്രത്തിന്റെ വടക്കുഭാഗത്ത് സ്ഥലം വളരെ കുറവാണ്. ഈ വഴിയിലൂടെ എഴുന്നള്ളിപ്പുകളും മറ്റും നടത്തുക എന്നത് ദുസ്സാധ്യമായ കാര്യമാണ്. എങ്കിലും പ്രദക്ഷിണം നടത്താവുന്നതാണ്. ശിവരാത്രി നാളിൽ ശയന പ്രദക്ഷിണം നടത്താനും ഈ വഴി ഉപയോഗിച്ചു വരുന്നുണ്ട്. ഈ ഭാഗം വലിയൊരു കാടാണ്. നിറയെ വൃക്ഷങ്ങളും വള്ളിപ്പടർപ്പുകളും അവിടെ കാണാം. കുന്നപ്പിള്ളി നാരായണൻ എന്നയാളാണ് ഈ ഗുഹക്ഷേത്രം കണ്ടെത്തിയതെന്നാണ് വിശ്വാസം. അദ്ദേഹത്തിന്റെ കറവ പശു വീട്ടിൽ മടങ്ങി വരാതായപ്പോൾ പശുവിനെ തേടി പുറപ്പെടുകയും അവസാനം ഒരു ഗുഹയിൽ പശുവിനെ കണ്ടെത്തുകയും ചെയ്തു. ആ ഗുഹയാണ് ഇന്നത്തെ ക്ഷേത്രം. അതിൽ കണ്ടെത്തിയ ശിവലിംഗമാണ് ഇന്നത്തെ ക്ഷേത്രപ്രതിഷ്ഠ. ഗുഹയിൽ നിന്ന് ദിവ്യ തേജസ് ജ്വലിക്കുന്നത് കണ്ട നാരായണൻ ഉടൻ തന്നെ കാരക്കോട്ട് തിരുമേനിയെയും പെരുമ്പടപ്പ് വൈദികനെയും പാലിയത്തച്ഛനെയും വിവരമറിയിച്ചു. ദേവപ്രശ്നം വെച്ചപ്പോൾ ദേവസാന്നിധ്യം ഉണ്ടെന്നറിഞ്ഞു. അങ്ങനെ പാലിയത്തച്ഛന്റെ നേതൃത്വത്തിൽ ക്ഷേത്രം ഉയരുകയും ചെയ്തു. മകരമാസത്തിൽ തിരുവാതിര നാളിൽ മണലിപ്പുഴയിൽ ആറാട്ടോടുകൂടി സമാപിക്കുന്ന 8 ദിവസത്തെ ഉത്സവം. ശിവരാത്രി, ധനുമാസത്തിൽ തിരുവാതിര, തുലാമാസത്തിൽ തിരുവാതിര നാളിലെ കളഭാഭിഷേകം, നവരാത്രി എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷങ്ങൾ. ഫലസിദ്ധി കൈവരുത്തുന്ന കയർ വഴിപാടും ഭഗവാനെ നേരിട്ട് ദർശിക്കാൻ സാധിക്കാത്തതും 3 ഗണപതികളിൽ ഒരു ഗണപതിയെ ദർശിക്കാൻ സാധിക്കാത്തതും തുടങ്ങി അനവധി പ്രത്യേകതകൾ തൃക്കൂർ മഹാദേവ ക്ഷേത്രത്തിനുണ്ട്. 1966 മുതൽ കേരളത്തിലെ ആർക്കിയോളജി വകുപ്പിന് കീഴിൽ ഈ ക്ഷേത്രം സംരക്ഷിക്കപ്പെട്ടു വരുന്നു.